ഹായ് ഫ്രണ്ട്സ്, വർഷങ്ങൾക്ക് ശേഷം ധ്യാനും നിവിനും തമ്മിലുള്ള കോംബോ അത്രയൊന്നും റെഡിയായില്ല. കുറേ അധികം ക്ലീഷേ സീനുകൾ, കല്യാണി പ്രിയദർശനൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നു. നിവിൻ പോളിനെ കൊണ്ടുവന്ന് കഥയുടെ ആ ഒരു മൊമെൻറ്റം തന്നെ ഷിഫ്റ്റായി. ഇങ്ങനെയൊക്കെ പറയാമെന്നാണ് ഞാൻ സിനിമ കാണുമ്പോൾ വിചാരിച്ചത്. പക്ഷെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് വിനീത് ശ്രീനിവാസൻ മാജിക്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഹൃദയം സിനിമ കണ്ട് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമയും ഇഷ്ടപ്പെടും. പക്ഷെ OTT ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന് എത്രമാത്രം സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഹൃദയത്തിനും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ സിനിമയുടെ കഥയൊക്കെ ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രവചിക്കാൻ ഉള്ള സംഭവങ്ങളൊന്നും ഇതില്ല. അൺപ്രഡിക്റ്റബിലിറ്റി എന്നുള്ള ഫാക്ടറേ ഇല്ല. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്താണ് ഇത് ഇത്രമാത്രം അഭിപ്രായം വരാനുള്ള കാര്യം എന്താണ്? പ്രത്യേകിച്ചും ധ്യാനും പ്രണവും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ ഒരു മിസ്കാസ്റ്റ് പോലെ തോന്നി. അത് രണ്ടുപേരും മിസ്കാസ്റ്റ് ആയതല്ല, ആ കോംബോ മിസ്കാസ്റ്റ് ആയതുപോലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ പുരോഗമിക്കുമ്പോൾ തുടക്കത്തിൽ നിന്ന് ഇവരുടെ ആ ഒരു കെമിസ്ട്രി വളർന്നു വരുന്ന രീതിയിലാണ് വിനീത് എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. കഥ അധികം അൺപ്രഡിക്റ്റബിൾ ഒന്നും അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല. വിനീത് ശ്രീനിവാസന്റെ മേക്കിംഗ് ആണ് കഥയെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്, സിനിമയെ തന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. പെർഫോമൻസിനെ കുറിച്ച് പറയാം. ആദ്യം പ്രണവ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹം മോഹൻലാലിനെ അനുകരിക്കുന്നില്ലേ. പിന്നെ തോന്നി മോഹൻലാലിന്റെ മോനാവുമ്പോൾ സ്വതസിദ്ധമായിട്ട് ആ ശൈലി വരാമല്ലോ. പക്ഷേ വയസ്സായി അഭിനയിക്കുന്ന സീനുകളൊക്കെ പ്രണവ് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യുന്നതായിട്ട് തോന്നി. മ്യൂസിക് ഡയറക്ടർ ഹരിഹരന്റെ ആ ഒരു ലുക്കൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഏകദേശം കാണുമ്പോൾ പ്രണവിനെ മോശമാക്കിയില്ല എന്ന് പറയാം, ഡീസന്റ് പെർഫോമൻസ്. പക്ഷേ ചില സീനൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന്, വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ, പ്രണവ് മോഹൻലാലിന് ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടർ കൊടുത്താൽ വളരെ നന്നായി അദ്ദേഹം ചെയ്യും തോന്നുന്നു. രണ്ട്, ധ്യാൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ വിചാരിക്കും, അവിടെ എന്തായിരുന്നു ഇയാൾ കാണിച്ചത്, ഇവിടെ എന്താണ് കാണിക്കുന്നത്. അത്രയും മെച്യൂരിറ്റിയുള്ള റോള് അത് നന്നായിട്ട് തന്നെ ധ്യാൻ ചെയ്തിട്ടുണ്ട്. ഓൾഡ് ക്യാരക്ടറായി അഭിനയിക്കുമ്പോൾ, ഓൾഡ് ഏജുള്ള ക്യാരക്ടറായി അഭിനയിക്കുമ്പോൾ അതിന് വേണ്ട വോയിസ് മോഡുലേഷൻ ഒക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു പ്രശ്നം തോന്നിയത് അദ്ദേഹത്തിന്റെ മേക്കപ്പ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ഇത്രയൊക്കെ ചിലവിട്ട് ഒരു പടം എടുക്കുമ്പോൾ മേക്കപ്പിൽ ഒരാളെ തല നരപ്പിക്കുന്നതോ കുറച്ച് ചുളിവ് വരുത്തുന്നതിലോ തെറ്റൊന്നുമില്ല. മൂന്ന്, നിവിൻ പോളി. ഈ സിനിമ ആർക്കാണ് ഏറ്റവും ഗുണമെന്ന് ചോദിച്ചാൽ അത് പ്രണവിനോ ധ്യാനോ ഒന്നുമല്ല, നിവിൻ പോളിക്കാണ്. വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിനെ റീലോഞ്ച് ചെയ്യലാണ്. നമ്മൾ ആവേശത്തിന്റെ ടീസർ കണ്ടില്ലേ, റീലോഞ്ചിങ്, റീബ്രാൻഡിങ് ഫഫ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ നിവിൻ പോളിയെ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ. അവസാനം ഒരു 30-35 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു നിവിനുള്ളത്. പക്ഷെ നിവിൻ വന്നതിന് ശേഷം മറ്റുള്ള ആർക്കും ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയില്ല. അത് വിനീത് ഡെലിബറേറ്റായി ചെയ്തതായിരിക്കും, അല്ലാണ്ട് അങ്ങനെ വിനീതിനെ പോലെ ഒരു സംവിധായകൻ അല്ലാതെ അങ്ങനെ കയ്യിൽ നിന്ന് പോയി ചെയ്യുന്നതല്ല. അത് ഒരുപക്ഷെ സെൽഫ് ട്രോള് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നതൊക്കെ ഫാക്റ്റാണ് ഈ സിനിമയിൽ. അത് നിങ്ങൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗും ആത്മകഥം പോലും തിയേറ്ററിൽ ആർപ്പ് വിളിയാണ്. ഒരു മാസ് പടത്തിന് കിട്ടുന്ന ആർപ്പ് വിളിയാണ് നിവിൻ പോളിക്ക് ത്രൂ ഔട്ട് കിട്ടുന്നത്. 4, ബേസിൽ ജോസഫ്. അദ്ദേഹം കുറച്ച് സമയമുള്ളൂ, പക്ഷെ ബേസിൽ സ്ക്രീനിൽ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും കോമഡി വരുന്നത്. പിന്നെ 5, അജു വർഗീസ്. അജു വർഗീസ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വെറുപ്പിക്കലും ഇല്ല, കോമഡിയൊക്കെ കൃത്യമായി വർക്കൗട്ട് ആയിട്ടുണ്ട്. നീരജ് മാധവ് ചെറിയ റോളാണ്, മോശമില്ല. കല്യാണി പ്രിയദർശൻ, ഇവരുടെ ആവശ്യം തന്നെ ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം. അവരുള്ള സീന് അങ്ങ് കട്ട് ചെയ്തിട്ട് 2.25 മണിക്കൂറുള്ള സിനിമ 2.5 മണിക്കൂർ ആക്കാമായിരുന്നു. ഒരു അനാവശ്യമായ ഒരു റോള്. പിന്നെ നീതാ പിള്ളയുണ്ട്, ചെറിയ റോളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ 2 ക്യാമിയോസ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ട്രെയിലറിൽ കാണിക്കാത്തത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. ഹൃദയം ഒരു മ്യൂസിക്കൽ ഫിലിം തന്നെയായിരുന്നു, പക്ഷെ ഇതൊരു മ്യൂസിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഹൃദയം ലെവൽ മ്യൂസിക് ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളും അങ്ങനെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടും ഈ പടത്തിലായി തോന്നില്ല. മ്യൂസിക് കൊള്ളാം. പിന്നെ കളർ ഗ്രേഡിങ്, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1970 കാണിക്കുമ്പോഴുള്ള കളർ ഗ്രേഡിങ്, ഒരു ലൈറ്റ് മഞ്ഞൊക്കെ പിടിച്ചുള്ള കളർ ഗ്രേഡിങ് വളരെ നന്നായി ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കളർ ഗ്രേഡിങ് തന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ ആ കാലത്തെ മേക്കപ്പ് ഒന്നും അത്ര വളരെ നന്നായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെ വയസ്സായ കാലം കാണിക്കുമ്പോൾ ഉള്ള മേക്കപ്പ് ഒക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ മേക്കപ്പ് തീരെ പോരാ. ഒരു 25 വയസ്സുള്ള അയാൾ 55 വയസ്സായിട്ടും 2-3 നര കൊടുത്തിട്ട് എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ പറയേണ്ടത് പടത്തിലെ റെഫറൻസുകളെ കുറിച്ചാണ്. കുറേ റെഫറൻസുകളുണ്ട്. ദാസനും വിജയനും റെഫറൻസ് ഉണ്ട്, പുഷ്പ റെഫറൻസ് ഉണ്ട്, പ്രേമം റെഫറൻസ് ഉണ്ട്, തട്ടത്തിൻ മറയത്തുണ്ട്. അങ്ങനെ കണ്ടമാന റെഫറൻസുകളുണ്ട്. അതെല്ലാം കറക്റ്റ്ലി പ്ലേസ്ഡ് ആണ്. അങ്ങനെ ബോറാക്കുന്നൊന്നുമില്ല എവിടെയും. പിന്നെ ടോട്ടലായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കുറേ ആൾ ഈ പറയുന്ന ക്രിഞ്ച് എന്നുള്ള വാക്കുണ്ടല്ലോ, അത് പലരും ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഉപയോഗിക്കും. സിനിമയിൽ തന്നെ അതിനെ ട്രോൾ തരത്തിലുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ല സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോട്ടാലിറ്റിയാണ് സിനിമ കഴിയുമ്പോൾ കിട്ടുന്നത്. അതിന് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് എത്ര മോശമായാലും സെക്കൻഡ് ഹാഫ് വളരെ നന്നായാലും ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം മാറും. പക്ഷെ തിരിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് എത്ര ഗംഭീരമായ പോലും സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് ആണെങ്കിൽ പോലും സിനിമ ഡൗൺ ആവും. ഇനി സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/5. അതായത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഒന്നുമല്ല, പക്ഷെ നല്ലൊരു സിനിമ, തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സിനിമ. ഞാൻ കണ്ട തിയേറ്റർ ഇവിടെ ചെമ്പൂറുള്ള തിയേറ്റർ, ഒറ്റ ഷോ ആണ് ആ തിയേറ്ററിൽ ഉണ്ടായത്, 6:55 ഷോ. അതിന് ഭൂരിഭാഗം ഫാമിലിയാണ്, ഹൗസ്ഫുൾ ആയിരുന്നു. സിനിമ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 70-75% ആൾക്കാരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് ഏകദേശം മനസ്സിലായി എന്തായിരിക്കും എന്നുള്ളത്. ഷുവർ ഷോട്ട് ഹിറ്റാണ്. പിന്നെ സൂപ്പർ ഹിറ്റ് ആവോ ബ്ലോക്ക് ബസ്റ്റർ ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആടുജീവിതം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടാവും. പിന്നെ ആവേശത്തിനും അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ് വരുന്നതെന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹിറ്റ് എന്നുള്ളത് ഏതുവരെ പോകും എന്ന് പറയാൻ പറ്റില്ല.